Hi friends, ഇനി നമുക്ക് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ആൻഡ് റൂൾസ് നോക്കാം. സോ അപ്പോൾ മെയിൻ ആയിട്ട് അതിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതിന്റെ വർഷമാണ് അല്ലേ, ദാറ്റ് ഈസ് 1985. ഓക്കെ, സോ അപ്പോൾ NDPS ആക്ടിന്റെ ഇയർ ഓർക്കുക, ദാറ്റ് ഈസ് 1985. സോ ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 14th November 1985. ഇനി ഈ ആക്ട് 3 വട്ടം അമെൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് 1988-ല്, 2001-ല്, 2014-ല്. അപ്പോൾ ആദ്യമൊക്കെ എന്താണ്, ഈ നാർക്കോട്ടിക് ഡ്രഗ്സിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലെ. പിന്നീടാണ് ഓരോന്നും നമ്മുടെ ലെജിസ്ലേച്ചറിലേക്ക് അണ്ടറിൽ വന്നത്. അപ്പോൾ 1857 ആയപ്പോൾ നമ്മുടെ ഒപ്പിയം വന്നു, പിന്നെ പല ആക്ടുകൾ ഇങ്ങനെ ചെറിയ രീതിയിൽ വന്നു, പക്ഷെ അതിന് തന്നെ അതിൻ്റെതായ ലൂപ്പ് ഹോൾസും ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന പിന്നെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ആക്ട് ആയിരുന്നു ഡേഞ്ചറസ് ഡ്രഗ് ആക്ട്, ദാറ്റ് ഇസ് 1930. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇപ്പോൾ 1985-ലെ NDPS ആക്ട്. ഓക്കെ, സോ അപ്പോൾ ഈ NDPS ആക്ട് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് ആ സാധനത്തിന് ഫ്രീസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാം. ഇതെല്ലാം വരുന്നത് ഏതിന്റെ ആക്ടിലാണ്, നമ്മുടെ ഈ ഒരു ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെയാണ് ഇൻ ഓർഡർ ടു ഇംപ്ലിമെന്റ് ദ റെക്കമെൻഡേഷൻ ഓഫ് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു റെക്കമെൻഡേഷൻസും അതിൽ വരുന്ന തീരുമാനങ്ങളും ഏതിൽ നടക്കുന്നുണ്ട്, ഈ NDPS ആക്ടിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ ഈ NDPS ആക്ടിന് 6 ചാപ്റ്റേഴ്സും 83 സെഷൻസും ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഹാസ് വാട്ട് 6 ചാപ്റ്റേഴ്സ് ആൻഡ് 83 സെഷൻസ്. ഇനി ഈ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ചാപ്റ്റേഴ്സ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ അകത്തോട്ട് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ മറ്റത് വരുന്നത് 83 സെക്ഷൻസ് ആണ് വരുന്നത് എന്നുള്ളതും കൂടിയിട്ട് ഓർക്കുക. ഓക്കെ, ഇനി അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരിക്കും, എല്ലാ ആക്ടും പോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ പ്രിലിമിനറി ആണ് അല്ലെ. അപ്പോൾ ഇത് ഈ ഒരു ആക്ട് NDPS ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ഡെഫിനിഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മുടെ കൊക്ക, കനാബിസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സാധനങ്ങൾ, അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഏത് വരുന്നത്, ചാപ്റ്റർ 1-ൽ വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ചാപ്റ്റർ 1, ദാറ്റ് ഈസ് പ്രിലിമിനറി. ഇനി നെക്സ്റ്റ് വരുന്നത് ചാപ്റ്റർ 2. ചാപ്റ്റർ 2 എന്ന് പറയുന്നത് അതോറിറ്റീസ് ആൻഡ് ഓഫീസേഴ്സ് ആണ് ചാപ്റ്റർ 2. ഓക്കെ, സോ അതോറിറ്റീസ് ആൻഡ് ഓഫീസേഴ്സ് ആണ് ചാപ്റ്റർ 2. ഇനി ചാപ്റ്റർ 2A എന്ന് പറയുന്നത് നാഷണൽ ഫണ്ട് ഫോർ ദ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്. ഓക്കെ, ചാപ്റ്റർ 2A is ഫോർ നാഷണൽ ഫണ്ട് ഫോർ ദ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ 3. ചാപ്റ്റർ 3 എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ, റെഗുലേഷൻ ആസ് വെൽ ആസ് കൺട്രോൾ ഓഫ് the narcotic drugs and psychotropic substances. Okay, then next chapter 4 includes the offenses and penalties. Okay, then chapter 5 procedure. Chapter 5A the fourth feature of a property derived from or used in illicit traffic, and chapter 6 includes miscellaneous. അപ്പോൾ ഇത് വട്ടാവണ്ട, നമുക്കൊരു ക്ലൂ ഇട്ട് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ചാപ്റ്റർ 1 എന്തായാലും പ്രിലിമിനറി ആണെന്നുള്ളത് അറിയാലോ. ഇനി ചാപ്റ്റർ 2-ഉം ചാപ്റ്റർ 2A. അപ്പൊ നമുക്ക് നാർക്കോട്ടിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓഫീസേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് റിലേഷൻ വരുന്നതാണ് അല്ലെ. എന്തെങ്കിലും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ അകത്താവും. അപ്പൊ അതാണ് ചാപ്റ്റർ 2 എന്നുള്ളത് ഓർക്കുക. ദാറ്റ് ഈസ് ചാപ്റ്റർ 2 റിലേറ്റ്സ് വിത്ത് ദ അതോറിറ്റീസ് ആൻഡ് ഓഫീസേഴ്സ്. പിന്നെ എന്താണ്, ഇവർക്ക് അതിന് ഫണ്ട് വേണ്ടേ, അപ്പൊ അതാണ് ചാപ്റ്റർ 2A. ഓക്കെ, അപ്പൊ ചാപ്റ്റർ 2-ഉം ചാപ്റ്റർ 2A-യും കിട്ടിയില്ലേ. ഇനി നമുക്ക് വരുന്നത് ചാപ്റ്റർ 3 ആണ്. ചാപ്റ്റർ 3 മെയിൻ ആയിട്ട് നമ്മുടെ NDPSന്റെ സബ്സ്റ്റൻസസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് ഓർക്കുക, ചാപ്റ്റർ 3. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രൊഹിബിഷൻ, കൺട്രോൾ ആൻഡ് റെഗുലേഷൻ ഓഫ് NDPS. നെക്സ്റ്റ് ചാപ്റ്റർ 4 എന്ന് പറയുന്നത്, അപ്പൊ ഇങ്ങനെ നമ്മൾ എന്താ പറയാ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് തൊട്ടടുത്തത് എന്തായിരിക്കും, അതിന്റെ പെനാൽറ്റീസ് അല്ലെ, ഓരോ കുറ്റങ്ങൾക്കും ഉള്ള പെനാൽറ്റീസ്. ദാറ്റ് ഈസ് ചാപ്റ്റർ 4. ഇനി ചാപ്റ്റർ 5 എന്ന് പറയുന്നത് പ്രൊസീജിയേഴ്സ് ആണ്. അതായത് പിന്നെ ഇപ്പോ എന്താ പറയാ വാറണ്ട് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്, ഈ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന സാധനത്തിലാണ് ചാപ്റ്റർ 5. ഓക്കെ, ഇനി ചാപ്റ്റർ 5A എന്ന് പറയുന്നത്, ഇതെല്ലാം കഴിയുമ്പോൾ എന്തായി, നമ്മൾ ഫൈനലി ആ ഓഫീസേഴ്സ് എന്താ പറയാ ഇപ്പൊ കള്ളക്കടത്തൊക്കെ നടത്തി അല്ലെങ്കിൽ സ്വത്തൊക്കെ സമ്പാദിച്ചു, അപ്പൊ ഇതെല്ലാം ഫ്രീസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ആ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്, അതെങ്ങനെയൊക്കെയാണ് ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഫ്രീസ് ചെയ്തതൊക്കെ എന്തൊക്കെയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്, ചാപ്റ്റർ 5A-ൽ വരുന്നത്. ഓക്കെ, പിന്നെ ചാപ്റ്റർ 6 എന്താണ്, മിസലേനിയസ് ആണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. That is chapter 1 preliminary, chapter 2 is for the authorities and officers, chapter 2A അപ്പോൾ എന്തായിരുന്നു, ഫണ്ട് അല്ലെ, നാഷണൽ ഫണ്ട് ഫോർ ദ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്. ഇനി ചാപ്റ്റർ 3 എന്തായിരുന്നു, നടുക്കാണ്. അപ്പൊ അതെന്താണ്, മെയിൻലി ഫോർ ദ കൺട്രോൾ റെഗുലേഷൻ ഓഫ് ദിസ് NDPS. ഓക്കെ,
ഇനി നെക്സ്റ്റ് വരുന്നത് എന്തായിരുന്നു? അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഒഫൻസസും പെനാൽറ്റീസും വരണം അല്ലെ? ദാറ്റ് ഈസ് ചാപ്റ്റർ 4. ഓക്കെ, അപ്പോൾ ഒഫൻസസും പെനാൽറ്റീസും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് ചാപ്റ്റർ 5. ചാപ്റ്റർ 5 എന്ന് പറയുന്നത് അപ്പൊ എന്തായിരുന്നു? പ്രൊസീജിയേഴ്സ് അല്ലെ? സോ പ്രൊസീജിയേഴ്സ് ആണ് ചാപ്റ്റർ 5. ആൻഡ് ചാപ്റ്റർ 5A എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന, അതിന്റെ ആ ഒരു ഫ്രീസിങ്ങും മറ്റും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രൊസീജിയേഴ്സ് ചാപ്റ്റർ 5A. ആൻഡ് ചാപ്റ്റർ 6 is for miscellaneous. ഓക്കെ, സോ ഇത് അധികം ഇമ്പോർട്ടന്റ് അല്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ആക്ടില് അകത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ചാപ്റ്റർ വൈസ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചാപ്റ്റർ 1 നോക്കാം. ചാപ്റ്റർ 1ൽ എന്താന്ന് പറഞ്ഞു? കുറെ ഇൻട്രൊഡക്ഷൻ പാർട്ടാന്ന് പറഞ്ഞു അല്ലെ? അതായത് ഡെഫിനിഷൻസ് ഒക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നാർക്കോട്ടിക് ഡ്രഗ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? ഈ ഒരു ആക്ടിൽ നമുക്ക് നാർക്കോട്ടിക് ഡ്രഗ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? കനാബിസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അതിന്റെ പ്രോഡക്ട്സ്, പിന്നെ അതുപോലെ തന്നെ കൊക്ക ആസ് വെൽ ആസ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്, പിന്നെ അതേപോലെ തന്നെയാണ് ഒപ്പിയം ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്, പിന്നെ മാനുഫാക്ചർഡ് ഡ്രഗ്സ്, അതായത് ഇതിന്റെയൊക്കെ ഡെറിവേറ്റീവ്സും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരും. പോപ്പി സ്ട്രോ, ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി നാർക്കോട്ടിക് സെഷനിൽ വരിക. ഓക്കെ, അപ്പോ നാർക്കോട്ടിക്സിൽ ഇപ്പൊ ഫസ്റ്റ് നമുക്കിപ്പോ കനാബിസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? കനാബിസിന്റെ ആ ഒരു പ്ലാന്റ് തന്നെ, അതായത് അതിന്റെ ലീഫും, കനാബിസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹെമ്പ്, ദാറ്റ് ഈസ് കഞ്ചാവ് ചെടി അല്ലെ? അപ്പൊ ആ ഒരു ചെടി, അതിന്റെ ലീവ്സും ഫ്ലവറിംഗ് ടോപ്സും ആണ് വരുന്നത് അല്ലെ? കനാബിസ് സത്തൈവയുടെ. ഓക്കെ, കനാബിനേസി ഫാമിലി. അപ്പൊ ആ ഒരു ചെടി, പിന്നെ അതുപോലെ തന്നെ എന്താണ് അതിൽ നിന്നുണ്ടാവുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയായിരുന്നു? ഒന്ന് ചരസ് എന്ന് പറയുന്നത് എന്താണ്? റെസിന്യൂസ് മാറ്റർ ആണ് അല്ലെ? ചരസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ റെസിൻ ദാറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ കോൺസെൻട്രേറ്റഡ് പ്രിപ്പറേഷൻ ആസ് വെൽ ആസ് ദ റെസിൻ നോൺ ആസ് ഹാഷിഷ് ഓയിൽ. ഓക്കെ, സോ അപ്പോ അതാണ് എന്ത്? ചരസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഗഞ്ച എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കഞ്ചാവ് അല്ലെ? കഞ്ചാവിന്റെ ആ ഒരു ഫ്ലവറിംഗ് ടോപ്സും അതേപോലെ തന്നെ ഫ്രൂട്ടിംഗ് ടോപ്സ് ഓഫ് ദ പ്ലാന്റിനെയാണ് ഗഞ്ച എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഗഞ്ച. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് വാട്ട് സം അതർ മിക്സ്ചേഴ്സ് വിച്ച് കണ്ടെയ്ൻസ് വാട്ട് ദിസ് കനാബിസ്. ഓക്കെ, അപ്പൊ അതെല്ലാമാണ് കനാബിസ് ആൻഡ് ഇറ്റ്സ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ ആക്ടില് പറയുന്നത്. ഓക്കെ, അപ്പൊ കനാബിസിന്റെ പ്ലാന്റ്, അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന സാധനങ്ങൾ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക ചരസ് എന്താണ്? ദാറ്റ് ഇസ് ദ റെസിൻ, it is the concentrated preparation, okay, as well as the resin. Okay, that is hashish oil നെ തന്നെയാണ് ചരസ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഗഞ്ച എന്ന് പറയുമ്പോൾ ആ ചെടി, നമ്മുടെ എന്താ പറയാ, ഫ്ലവറിംഗ് ടോപ്സ് ആസ് വെൽ ആസ് ദ ഫ്രൂട്ടിംഗ് ടോപ്സ് ഓഫ് ദ കനാബിസ് സത്തൈവ. ഓക്കെ, അപ്പോൾ ആ കഞ്ചാവ് ചെടിയുടെ ആ ടോപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കൊക്ക ലീഫ് ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് കൊക്കോയും കൊക്കായും ഉണ്ട്. കൊക്കോ എന്ന് പറയുന്നത് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നതും ഒക്കെയാണ് കൊക്കോ ബട്ടർ. അപ്പോ മറ്റത് എന്താണ്? കൊക്കയാണ്. അപ്പൊ അത് തിരിഞ്ഞു പോകരുത് കേട്ടോ. സോ ദാറ്റ് ഇസ് കൊക്ക. അപ്പൊ കൊക്ക ലീഫ് ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എർത്രോസൈലോൺ സ്പീഷീസിൽ, എർത്രോസൈലോൺ ജീനസിൽ വരുന്ന പ്ലാന്റ് ആണ് കൊക്ക. അപ്പൊ അതില് ആൽക്കലോയിഡൽ കണ്ടന്റ്സ് ഉള്ളതാണ് നമുക്ക് നാർക്കോട്ടിക് ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് എഗ്ഗോണിൻ, കൊക്കൈൻ ആസ് വെൽ ആസ് വാട്ട് എഗ്ഗോണിൻ ആൽക്കലോയിഡ്സ്. അപ്പൊ ഈ കൊക്കൈൻ എന്ന് പറയുന്നതാണ് നമുക്ക് കൊക്കയിലുള്ളത് അല്ലെ? അപ്പൊ അതിന്റെ കണ്ടന്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ കണ്ടന്റിന്റെ പെർസെന്റേജ് നമുക്ക് MCQസിൽ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് 0.1% ഓഫ് കൊക്കൈനിൽ എബോവ് ഉള്ളതാണ് നമുക്ക് നാർക്കോട്ടിക് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, സോ കൊക്കയില് 0.1% മോർ ആയിട്ടുള്ള കൊക്കൈൻ, മോർ ദാൻ 0.1% ഓഫ് കൊക്കൈന്റെ പ്രസൻസ് ഉള്ളതാണ് നമുക്ക് ഏതിൽ വരുന്നത്? കൊക്കയില് വരുന്നത്. ഓക്കെ, കൊക്കൈൻ. ഓക്കെ, ഇനി ക്രൂഡ് കൊക്കൈൻ, പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ തന്നെ മറ്റേത് ആൽക്കലോയിഡ്സ് ആയിട്ടുള്ള എഗ്ഗോണിൻ. ഓക്കെ, അതും MCQസിൽ ചോദിക്കാറുള്ളതാണ്. ഈ കൊക്കൈൻ എന്തിന്റെ ഡെറിവേറ്റീവ് ആണ്? കൊക്കൈൻ എന്തിന്റെ ഡെറിവേറ്റീവ് ആണ്? എഗ്ഗോണിന്റെ ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ മീഥൈൽ എസ്റ്റർ ഓഫ് ബെൻസോയിൽ എഗ്ഗോണിൻ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എഗ്ഗോണിന്റെ കേസസ്. അപ്പൊ ഇത്രയും ഇത് കൊക്കയുടെ കേസുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ ഓപ്പിയം, പോപ്പി ആൻഡ് ഓപ്പിയം ഡെറിവേറ്റീവ്സ്. ഓപ്പിയം പോപ്പി ആകുമ്പോൾ കറുപ്പ് അല്ലെ? ദാറ്റ് ഈസ് ഓപ്പിയം പോപ്പി എന്ന് പറയുമ്പോൾ ആ പ്ലാന്റ്, ദാറ്റ് ഈസ് ദ പപ്പാവ സോംനിഫറം, പപ്പാവറേസി ഫാമിലി. പിന്നെ അതുപോലെ തന്നെ അതിൽ പ്രസന്റ് ആയിരിക്കുന്നതാണ് മെയിൻ ആയിട്ട് എന്ത്? ഫിനാന്ത്രീൻ ആൽക്കലോയിഡ്സ് അല്ലെ? കൊഡീൻ, മോഫിൻ, തിബൈൻ ഒക്കെ. അപ്പോൾ അത്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഒപ്പിയം ഡെറിവേറ്റീവ്സ്. ഒപ്പിയം ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ മെഡിസിനൽ ഒപ്പിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പിയത്തിന് നമുക്ക് മെഡിസിനലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെഡിസിനൽ ഒപ്പിയം എന്ന് പറയുന്നത്. ഇനി സ്മോക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, ആ ലഹരിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രിപ്പയർഡ് ഒപ്പിയം. ഓക്കെ, സോ ഒപ്പിയം ട്രാൻസ്ഫോർഡ് ഇൻടു ആൻ എക്സ്ട്രാക്ട് സൂട്ടബിൾ ഫോർ സ്മോക്കിംഗ്. ദെൻ നെക്സ്റ്റ് ഫിനാന്ത്രീൻ ആൽക്കലോയിഡ്സിന് നമുക്കറിയാം മോഫിൻ, കൊഡീൻ, തിബൈൻ. ഡയസറ്റൈൽ മോഫിൻ ആണ് ഏത്? നമ്മുടെ ഹെറോയിൻ. ഓക്കെ, ഹെറോയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയാമോഫിൻ എന്ന് പറയുന്നത് ഡയാസറ്റൈൽ മോഫിൻ. ദെൻ പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. മോഫിന്റെ കണ്ടന്റ് മോർ ദാൻ 0.2% മോഫിൻ. ഓക്കെ, സോ നേരത്തെ നമ്മൾ കൊക്കൈൻ്റെത് മോർ ദാൻ 0.1% എന്ന് പറഞ്ഞിരുന്നു കൊക്കൈന്. ഇവിടെ മോർഫിൻ ആകുമ്പോൾ ഒപ്പിയത്തിൽ എത്രയാണ്? മോർ ദാൻ 0.2% മോർഫിൻ. ഓക്കെ, സോ അപ്പൊ അതും കൂടിയിട്ട് ഓർക്കുക.
പിന്നെ നെക്സ്റ്റ് വരുന്നത് പോപ്പി സ്ട്രോ ആൻഡ് ഇറ്റ്സ് കോൺസെൻട്രേറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ പോപ്പി സ്ട്രോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ ഓപ്പിയം പോപ്പിയുടെ ആ ഒരു ചണ്ടി അല്ലെ, അപ്പൊ അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് വരുന്ന ആ ഒരു അത് പോപ്പി സ്ട്രോ കോൺസെൻട്രേറ്റ്. അതേപോലെ തന്നെ പോപ്പി സ്ട്രോ എന്ന് പറയുമ്പോൾ ഓൾ പോർട്സ് എക്സെപ്റ്റ് ദ സീഡ്സ്. ഓക്കെ, അതെല്ലാം തന്നെ എന്താണ്, പോപ്പി സ്ട്രോ. ഓക്കെ, സോ അപ്പം ഇത് ഇത്രയുമാണ് നമുക്ക് എന്ത് വരുന്നത്, നാർക്കോട്ടിക്സിൽ വരുന്നത്. ഇനിയുണ്ട് മാനുഫാക്ചർഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ഡെറിവേറ്റീവ്സ്, ദാറ്റ് ഇസ് കൊക്ക ഡെറിവേറ്റീവ്സ്, മെഡിസിനൽ കനാബിസ്, ഓപ്പിയം ഡെറിവേറ്റീവ്സ്, പോപ്പി സ്ട്രോ കോൺസെൻട്രേറ്റ്, അതേപോലെ തന്നെ എനി സബ്സ്റ്റൻസ് ഓക്കെ വിച്ച് ദ സെൻട്രൽ ഗവൺമെന്റ് മേ ഡിക്ലെയർ ടു ബി മാനുഫാക്ചർഡ് ഡ്രഗ്സ്. ഓക്കെ, സോ അപ്പൊ ഇതെല്ലാമാണ് ഈ ഒരു ആക്ടില് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആക്ടിന്റെ ഷെഡ്യൂളിലാണ്, ഷെഡ്യൂൾ ടു ദ ആക്ട് ആണ് ഏത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ബെൻസോഡാസെപ്പൻസ്, പിന്നെ ബാർബിറ്റുറേറ്റ്സ്, ഇതൊക്കെ നമുക്ക് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആണ് വിച്ച് ആർ ബീയിങ് സ്പെസിഫൈഡ് ഇൻ ദ ഷെഡ്യൂൾ ടു ദ ആക്ട്. ഓക്കെ, റൂൾസിനും ഷെഡ്യൂൾ ഉണ്ട്, ആക്ടിനും ഷെഡ്യൂൾ ഉണ്ട്. അതിൽ ആക്ടിന്റെ ഷെഡ്യൂളിലാണ് ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിന്റെ ലിസ്റ്റ് വന്നേക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത്, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ചാപ്റ്റർ 1 വരുന്നത്. ഇനി ചാപ്റ്റർ 2 എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞു, അതോറിറ്റീസ് ആൻഡ് ഓഫീസേഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ഓർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോറിറ്റീസ് ആൻഡ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നാർക്കോട്ടിക് കമ്മീഷണറിന്റെ കാര്യമാണ് ആദ്യം ഓർക്കാനുള്ളത്. ഓക്കെ, സോ നാർക്കോട്ടിക് കമ്മീഷണർ. അപ്പൊ നാർക്കോട്ടിക് കമ്മീഷണർ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് നാർക്കോട്ടിക് കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഏത് സെക്ഷൻ പ്രകാരം, ഈ ആക്ടിന്റെ സെക്ഷൻ 5 എന്ത് പറയുന്നത്, നാർക്കോട്ടിക് കമ്മീഷണറായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സെക്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു ഓൾറെഡി, ഒരുപാട് സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ അതിൽ സെക്ഷൻ 5 നാർക്കോട്ടിക് കമ്മീഷണറുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് ഓർക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ നാർക്കോട്ടിക് കമ്മീഷണർ ആണ് എന്ത്, ഓപ്പിയത്തിന്റെ കൾട്ടിവേഷനും കളക്ഷനും എല്ലാ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സുപ്രീം പവർ ആർക്കാണ്, നാർക്കോട്ടിക് കമ്മീഷണറിനാണ്. ഓക്കെ, സോ ഹി ഈസ് ദ സൂപ്പറിൻറ്റൻഡൻസി ഓഫ് റിലേറ്റഡ് വിത്ത് ഓപ്പിയം. അപ്പോൾ അത്രയും ആ 3 പോയിന്റ്സ് ആണ് മെയിൻലി നമുക്ക് നാർക്കോട്ടിക് കമ്മീഷണറായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നാർക്കോട്ടിക് കമ്മീഷണറിന്റെ റിലേറ്റ് ചെയ്ത് വരുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, സെക്ഷൻ 5 പ്രകാരമാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ആൻഡ് ഹി ഈസ് ദ സുപ്രീം പവർ ഫോർ ദിസ് ഓപ്പിയം റിലേറ്റഡ്. Then next വരുന്നത് സെക്കൻഡ് ചാപ്റ്ററിലെ അടുത്ത സെക്ഷൻ 6. അപ്പൊ നമ്മൾ DNC ആക്ടില് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, DNC ആക്ടില് DCC പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ദാറ്റ് ഈസ് ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഉണ്ട്, ദാറ്റ് ഇസ് ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. അതും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് വരുന്നതും എവിടെയാണ്, ഇതൊക്കെ എന്താണ്, അതോറിറ്റീസ് ആണ് അല്ലെ. സോ ഇറ്റ് കംസ് അണ്ടർ ചാപ്റ്റർ 2. ഇത് ഏത് സെക്ഷൻ 6. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ആൻഡ് അവിടുത്തെ പോലെ തന്നെ എന്തിനാണിത്, സെൻട്രൽ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. സോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി വരുന്നത്. പിന്നെ മെമ്പേഴ്സിന്റെ എണ്ണം കൂടി ഓർക്കുക, ഇവിടെ 20 മെമ്പേഴ്സ് ആണ് വരുന്നത്, ഇൻക്ലൂഡിംഗ് ദ ചെയർമാൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. ഇനി നെക്സ്റ്റ് വരുന്നത് നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്. അത് ഏത് ചാപ്റ്റർ ആയിരുന്നു, ചാപ്റ്റർ 2A അല്ലെ, നാഷണൽ ഫണ്ട് ഫോർ ഡ്രഗ് കൺട്രോൾ അബ്യൂസ്. അപ്പോ ഇതിന് ഡ്രഗ് അബ്യൂസിന്റെ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എവിടെന്നാ, സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു ഇതിനൊരു ഗവേണിംഗ് ബോഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്. ആൻഡ് ഇതൊരു ഗവേണിംഗ് ബോഡിയാണ്, ആൻഡ് ദാറ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ആൻഡ് ചെയർമാൻ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ സെക്രട്ടറി ലെവലിലുള്ള ഒരാളായിരിക്കും അതിന്റെ ചെയർമാൻ ആയിട്ട് വരിക. മാക്സിമം അതിന്റെ മെമ്പേഴ്സ് എത്ര പേരാണ്, 6 മെമ്പേഴ്സ് ആണ്. ഓക്കെ, അതിൽ മാക്സിമം 6 മെമ്പേഴ്സ് ആണ്. ഇനി ഇവരാണ് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട്, അതായത് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ നാഷണൽ നമ്മുടെ ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നതിന്റെ റിപ്പോർട്ട് ഇവർ സമർപ്പിക്കുന്നതും ആർക്കാണ്, ഗവൺമെന്റിനാണ് സമർപ്പിക്കുക. ഗവൺമെന്റ് ആണ് പിന്നെ അത് പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് ദ നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്. ഓക്കെ, ഇപ്പൊ നാഷണൽ ഫണ്ട് ഫോർ control of drug abuse in a governing body, and that governing body is being constituted by the central government. എത്ര മെമ്പേഴ്സ് ഉണ്ട്, 6 മെമ്പേഴ്സ് ആണുള്ളത്. പിന്നെ അവർ ആർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, നാഷണൽ ഫണ്ടിന്റെ യൂട്ടിലൈസേഷനും വരവും ചെലവൊക്കെ ആർക്കാണ് റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്, ഗവൺമെന്റിനാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഹെഡ്, അതിന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത് മിനിമം ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം, അഡീഷണൽ സെക്രട്ടറി ആണ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. അപ്പോൾ
നമ്മൾ ചാപ്റ്റർ 3 പിന്നെ നമുക്ക് എന്താണ് വരുന്നതെന്ന് പറഞ്ഞു, ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിന്റെ റെഗുലേഷനും മറ്റുമൊക്കെ ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അത് റെഗുലേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റിനാണ് ഏറ്റവും കൂടുതൽ പവർ വരുന്നത്, സെൻട്രൽ ഗവൺമെന്റിനാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ബാക്കി നമ്മൾ സ്റ്റേറ്റിലൊക്കെ ഈ കനാബിസിന്റെ ഒക്കെ കൾട്ടിവേഷനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് സ്റ്റേറ്റിനും അതിൻ്റെതായ റോൾ ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ 4. ചാപ്റ്റർ 4 എന്ന് പറയുന്നത് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് ആണ് ചാപ്റ്റർ 4. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ നമുക്ക് MCQs കാണുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആക്ടിൽ നിന്നിട്ട് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. ഓക്കെ, അപ്പോ ഈ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസും ഇതേപോലെ തന്നെ നമ്മൾ ഒരുപാട് സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഓരോന്നിനും ഓരോ സെക്ഷൻ ആണ് നമ്മുടെ ആക്ടിൽ വരുന്നത്. അപ്പൊ ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി വെക്കാം. അതായത് ഈ NDPS ആക്ടിന്റെ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ആദ്യം തന്നെ ഒരു 3 പെനാൽറ്റീസ് നമുക്ക് പഠിച്ചു വെക്കാം. അതായത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണ് നമ്മൾ ആ കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന്റെ പെനാൽറ്റി എന്താണ്, അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിഗറസ് ഇംപ്രിസോൺമെന്റ് അപ് ടു 6 months ഓർ ഫൈൻ 10,000 ഓർ ബോത്ത്. ഓക്കെ, അപ്പൊ റിഗറസ് ഇംപ്രിസോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിന തടവ് അല്ലെ, എത്ര നാളത്തേക്ക്, 6 മാസത്തേക്ക്, എങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 2. ഓക്കെ, അത് വളരെ ചെറിയ ക്വാണ്ടിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി കുറച്ച് അധികം ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ബിറ്റ്വീൻ സ്മോൾ ക്വാണ്ടിറ്റി ടു ദിസ് കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ പെനാൽറ്റി എത്രയായിരിക്കും, ദാറ്റ് ഈസ് റിഗറസ് ഇംപ്രിസോൺമെന്റ് അപ് ടു 10 years ഓർ ഫൈൻ അപ് ടു 1 lakh. ഓക്കെ, അപ്പം 1,00,000 രൂപ പിഴയോ അല്ലെങ്കിൽ 10 വർഷത്തേക്ക് കഠിന തടവോ ആണ്, 10 വർഷം വരെ. ഓക്കെ, കഠിന തടവോ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ശിക്ഷ വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്, വളരെയധികം ക്വാണ്ടിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണ് ഈ കുറ്റകൃത്യത്തിൽ അവർ അത്രയും എമൗണ്ടിൻ്റെതാണ് ആ കുറ്റകൃത്യമെങ്കിൽ എന്തായിരിക്കും അതിന്റെ പെനാൽറ്റി എന്ന് പറയുന്നത് റിഗറസ് ഇംപ്രിസോൺമെന്റ് ഫ്രം 10 to 20 years ആൻഡ് ഫൈൻ എത്രയായിരിക്കും, 1 lakh to 2 lakh. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പറയുന്നത് അതിന്റെ പെനാൽറ്റി. അപ്പൊ ഈ ഒരു പെനാൽറ്റി നമുക്ക് മിക്കതിലും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു, സ്മോൾ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഫൈൻ 10,000 രൂപ, പിന്നെ അതേപോലെ തന്നെ റിഗറസ് ഇംപ്രിസോൺമെന്റ് 6 months ഓർ ബോത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു മീഡിയം ക്വാണ്ടിറ്റി ആണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ശിക്ഷ എന്തായിരുന്നു, റിഗറസ് ഇംപ്രിസോൺമെന്റ് എത്ര നാളത്തേക്കാണ്, 10 yearsലേക്കാണ്, അപ് ടു 10 years ഓർ ഫൈൻ എത്രയാണ്, അപ് ടു 1 lakh. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സം കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ എന്തായിരിക്കും, റിഗറസ് ഇംപ്രിസോൺമെന്റ് 10 to 20 years അതേപോലെ തന്നെ ഫൈൻ വരുന്നത് 1 to 2 lakhs ഓർ എബോ. ഇപ്പൊ കോടതിക്ക് 2 lakhs എബോ വിധിക്കാം. ഓക്കെ, സോ അപ്പോ അതാണ്. അപ്പൊ ഇത് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ്, ഒന്ന് നമ്മളിപ്പോ ഈ കഞ്ചാവ് ഒക്കെ ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് കൾട്ടിവേഷൻ, പിന്നെ അതുപോലെ തന്നെ മറ്റ് ഇതിലിപ്പോ ഓപ്പിയത്തിന്റെ കേസ് ഉണ്ട്, കനാബിസിന്റെ കേസ് ഉണ്ട്, പിന്നെ ഓപ്പിയം പോപ്പി സ്ട്രോ ഇതാണെന്നുള്ളത് റിലേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോ പിന്നെ അതേപോലെ തന്നെ മാനുഫാക്ചേർഡ് ഡ്രഗ് ആൻഡ് പ്രിപ്പറേഷൻസ്, പിന്നെ അതുപോലെ തന്നെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അത്, പിന്നെ അപ്പൊ ഇതിന്റെ എല്ലാം നമ്മൾ എന്താണ് ഇപ്പോ അതൊക്കെ ആയിട്ട് വരുന്ന ഡീലിങ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും എന്താണ് വരുന്നത്, ഈ ഒരു ക്വാണ്ടിറ്റീസുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ഇതാണ് ശിക്ഷ. അതേപോലെ തന്നെയാണ് ഇല്ലീഗലായിട്ട് ഇതിനെയൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിനെ ഒരു ഇല്ലീഗൽ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഇമ്പോർട്ട് ചെയ്യുക എക്സ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നാലും ഈ ഒരു ശിക്ഷ തന്നെയാണ് വരാൻ. ഓക്കെ, സോ അപ്പോ ഇത്രയും ഈ സെയിം ആണെന്ന് വെക്കുക. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞതിൽ ആരില്ല, നമുക്ക് കൊക്കയുടെ കേസ് പറഞ്ഞിട്ടില്ല. അപ്പൊ കൊക്ക എന്താണ് വരുന്നത്, നെക്സ്റ്റ് അടുത്തത് പറയുന്നുണ്ട് കൊക്കയുടെ കേസ്. ഓക്കെ, കൊക്ക അടുത്ത കേസ് പറയുന്നുണ്ട്. ഓക്കെ, സോ അപ്പോ ഇത്രയാണ് ഇതെന്നുള്ളത് ഓർക്കുക. ഓക്കെ, ദാറ്റ് ഇസ് ഒപ്പിയത്തിന്റെ കേസ്, കനാബിസിന്റെ കേസ്, പോപ്പി സ്ട്രോ, പിന്നെ മാനുഫാക്ചർഡ് ഡ്രഗ്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്, ഇല്ലീഗൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷന്, ഇതിനെല്ലാം സെയിം ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഇൻ കേസ് നമുക്ക് ക്വാണ്ടിറ്റി തന്നിട്ടില്ല ഇല്ലാതെയാണ് നമുക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മീഡിയം ക്വാണ്ടിറ്റിയുടേതായിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും MCQs കണ്ടിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ ക്വാണ്ടിറ്റി സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടാവില്ല, ഈ ഒരു ശിക്ഷ മാത്രമായിരിക്കും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മീഡിയത്തിന്റെ കേസാണ് എടുക്കുക. ദാറ്റ് ഇസ്
അപ് ടു 10 ഇയേഴ്സും പിന്നെ അതുപോലെ തന്നെ ഫൈൻ അപ് ടു 1 lakh. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് നമ്മളിവിടെ വരുന്നത് കൊക്കോ പ്ലാന്റ് ആൻഡ് ലീവ്സിന്റെ കേസ് വരുന്നത്. ഓക്കെ, കൊക്കോ പ്ലാന്റ് ആൻഡ് ലീവ്സിന് നമുക്ക് ജനറൽ ആയിട്ട് വരുന്നതാണ് റിഗറസ് ഇംപ്രിസോൺമെന്റ് അപ് ടു 10 ഇയേഴ്സ് ഓർ ഫൈൻ അപ് ടു 1 lakh. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റിഗറസ് ഇംപ്രിസോൺമെന്റ് 10 to 20 ഇയേഴ്സ് ആൻഡ് ഫൈൻ 1 to 2 lakhs ഓർ മോർ. അതായത് നമ്മൾ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുടെ കേസ് പറഞ്ഞപ്പോഴുള്ള സാധനങ്ങളാണ്. അത് തന്നെയാണ് ഏതിനൊക്കെ വരിക? ഓപ്പിയത്തിന്റെ എംബൽസ്മെന്റ് ഓഫ് ഓപ്പിയം ബൈ കൾട്ടിവേറ്റേഴ്സ്. അതായത് കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്ത ആ അത്രയും പെനാൽറ്റി തന്നെയാണ് ഏതിനൊക്കെ വരുന്നത്? ഒന്ന്, കൾട്ടിവേറ്റേഴ്സ് തന്നെ, ഓപ്പിയം കൾട്ടിവേറ്റ് ചെയ്യുന്ന കൾട്ടിവേറ്റേഴ്സ് തന്നെ തട്ടിപ്പ് കാണിക്കുവാണെങ്കിൽ ആ ഒരു ശിക്ഷയാണ് വരുന്നത്. എന്താണ് ആ ശിക്ഷ? 10 to 20 ഇയേഴ്സ് ഇംപ്രിസോൺമെന്റ്, 1 to 2 lakh ഫൈൻ. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ഓക്കെ, എക്സ്റ്റേണൽ ഡീലിങ്സ് എന്തെങ്കിലും ഇതെല്ലാം ആര് വഴിയേ നടക്കാൻ പാടുള്ളൂ? ഗവൺമെന്റ് വഴിയേ ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ എക്സ്റ്റേണൽ ഡീലിങ്സ് എന്തെങ്കിലും ചെയ്യുവാണ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിന്റെ ഒക്കെ എക്സ്റ്റേണൽ ഡീലിങ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ഒഫൻസ് എന്താണ്? സെയിം, ദാറ്റ് ഇസ് റിഗറസ് ഇംപ്രിസോൺമെന്റ് ഫ്രം 10 to 20 ഇയേഴ്സ് ആൻഡ് ഫൈൻ 1 to 2 lakhs. ഓക്കെ, അതേ പെനാൽറ്റി തന്നെയാണ് ഏതിനും? ഫിനാൻസിങ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് ഓർ ഹാർബറിംഗ് ഒഫൻഡേഴ്സ്. അതായത് ഏർപ്പെട്ടിട്ടില്ല പക്ഷെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്ന ആള്. ഓക്കെ, സോ ഫണ്ട് ഇറക്കുന്ന ആള് അല്ലെ. അപ്പൊ ഫണ്ട് ഇറക്കുന്ന ആള്, അതേപോലെ തന്നെയാണ് ഹാർബറിംഗ് ഒഫൻഡേഴ്സ്. ഓക്കെ, അതായത് ഒരു എന്താ പറയാ വേറൊരു ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിലും എന്ത് തന്നെയാണ് വരുന്നത്? ഇതേ ഒഫൻസ് തന്നെയാണ്, ഇതേ പെനാൽറ്റി തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ അപ്പൊ ഏത് മൂന്നിനും ഒരേ പെനാൽറ്റി ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, ഇനി ചിലർ എന്ത് ചെയ്യും? കുറ്റകൃത്യത്തിലൊന്നും ഏർപ്പെട്ടിട്ടുണ്ടല്ല, പക്ഷെ പ്രിമിസസ് അവരതായിരിക്കും അല്ലെ. സോ അലൗവിങ് പ്രിമിസസ് ടു ഡു സച്ച് എ ഒഫൻസ്. ഓക്കെ, അതിനും എന്തായിരിക്കും ശിക്ഷ? ആ ഒഫൻസിനുള്ള ശിക്ഷ തന്നെയായിരിക്കും അതിനും വരിക. ഓക്കെ, ഒഫൻസിന് ഉള്ള ശിക്ഷ തന്നെയായിരിക്കും. പ്രിമിസസ് അലോ ചെയ്ത് കൊടുക്കുകയോ അതേപോലെ തന്നെ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ഒഫൻസ്. ഓക്കെ, ഒഫൻസ് ചെയ്തില്ല പക്ഷെ ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്തിരുന്നാൽ പോലും ആ ഒഫൻസ് ചെയ്താൽ കിട്ടുന്ന അതേ ശിക്ഷ തന്നെയായിരിക്കും ഇതിനും കിട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് certain acts by the licensee or his servants ആണെങ്കിലും imprisonment up to 3 years or with fine. അതായത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ ലൈസൻസിയോ സെർവൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് 3 years ഇംപ്രിസോൺമെന്റ് അല്ലെങ്കിൽ ഫൈൻ ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കൺസംഷൻ ഓഫ് എ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആണെങ്കിൽ റിഗറസ് ഇംപ്രിസോൺമെന്റ് അപ് ടു 1 year or fine up to 20,000 or both. ഓക്കെ, സോ അപ്പോ ഇത്രയാണ് നമുക്ക് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസിൽ വന്നിരുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കിയുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? കൊക്ക പ്ലാന്റിന്റെ പറഞ്ഞു. അപ്പൊ അതിലേതായിരുന്നു വന്നിരുന്നത്? റിഗറസ് ഇംപ്രിസോൺമെന്റ് എത്ര നാളത്തേക്കാണ്? അപ് ടു 10 ഇയേഴ്സും ഫൈൻ അപ് ടു 1 year. അല്ലെ, ഇനി നമ്മൾ പറഞ്ഞത് ഒന്നുകിൽ കൾട്ടിവേറ്റേഴ്സ് തന്നെ തട്ടിപ്പ് നടത്തിയ കേസ്, അല്ലെങ്കിൽ എന്ത് ചെയ്തു? ഫിനാൻസ് സപ്പോർട്ട് കൊടുത്തു, അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഡീലിങ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒഫൻസ്. ഇതിനൊക്കെ എന്താണ് വരുന്നത്? റിഗറസ് ഇംപ്രിസോൺമെന്റ് 10 to 20 years of rigorous imprisonment and 1 to 2 lakhs of a fine. ഓക്കെ, പിന്നെ ബാക്കി ഇനി ചെയ്യാനായിട്ട് മുതിരുകയോ അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ പ്രിമിസസ് അലോ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും എന്താണ് വരുന്നത്? ആ കുറ്റകൃത്യത്തിന്റെ അതേ പിന്നെ പെനാൽറ്റി തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, സോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്യൂരിറ്റി ഫോർ അബ്സ്റ്റൈനിങ് ഫ്രം കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് ആണ്. അതായത് ഇപ്പോ ഈ ഒരു നാർക്കോട്ടിക്സ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരാള് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ കോടതി അദ്ദേഹത്തിന് എന്ത് ചെയ്യും? ഒരു ബോണ്ട് വെക്കും. ഓക്കെ, അതായത് അടുത്ത 3 വർഷത്തേക്ക് ഈ വക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പൊ എത്ര വർഷത്തേക്കാണ് അത്? ദാറ്റ് ഈസ് അബ്സ്റ്റൈനിങ് ഫ്രം കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് എന്ന് പറയുന്നത് എത്ര വർഷത്തേക്കാണ് ആ സെക്യൂരിറ്റി നൽകേണ്ടത്? ദാറ്റ് ഈസ് 3 years. ഓക്കെ, സോ 3 വർഷത്തേക്ക് ആണ് ആ ഒരു ബോണ്ട്. അപ്പൊ അവര് പിന്നെ വീണ്ടും അതേ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് അവര് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇൻ കേസ് അയാള് കുറ്റവാളിയല്ല, അപ്പൊ അയാൾ അതിനിടയ്ക്ക് ഈ 3 വർഷത്തിനിടയ്ക്ക് ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ബോണ്ട് സാധുവാവുകയും ചെയ്യും. ഓക്കെ, സോ അപ്പൊ അങ്ങനെയാണ് വരുന്നത്. സോ അപ്പൊ ഇതിന്റെ വർഷമാണ് നമ്മൾ ഇവിടെ ഓർക്കാനുള്ളത്. ദാറ്റ് ഈസ് ദേ ഹാവ് ടു ഗിവ് എ സെക്യൂരിറ്റി ഫോർ അബ്സ്റ്റൈനിങ് ഫ്രം കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ്. എത്ര നാളത്തേക്കാണ്? 3 വർഷത്തേക്ക്. ഓക്കെ,
ഇനി നെക്സ്റ്റ് വരുന്നത് സ്പെഷ്യൽ കോർട്ടിന്റെ കേസാണ്. അപ്പൊ സ്പെഷ്യൽ കോർട്ടിന്റെ കേസ് നമ്മുടെ PSC തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ഈ കേസുകളുടെ സ്പീഡി ട്രയലിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് രൂപീകരിക്കുന്നതാണ് സ്പെഷ്യൽ കോർട്ട്. അപ്പൊ സ്പെഷ്യൽ കോർട്ടിൽ എത്ര നാള് 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വരുന്ന കേസുകളൊക്കെ സ്പെഷ്യൽ കോർട്ടിൽ ബാധിക്കാം. ഓക്കെ, ഓൾ ഒഫൻസസ് അണ്ടർ ദിസ് ആക്ട് ആർ വിച്ച് ആർ പണിഷബിൾ വിത്ത് ഇംപ്രിസോൺമെന്റ് ഓഫ് മോർ ദാൻ 3 years okay shall be triable only by the special court constituted in that area. okay so അപ്പോ അതാണ് സ്പെഷ്യൽ കോർട്ടിന്റെ കേസ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർക്കുക. ഇതെല്ലാം വർഷത്തിന്റെ കളികളാണ്. ഓക്കെ, സോ അപ്പോ അത്രയായി. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത്, അപ്പോൾ നമ്മൾ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് കഴിഞ്ഞു, 4ാമത്തെ ചാപ്റ്റർ. ഇനി നമുക്ക് വരുന്നത് ഏതാണ്? 5ാമത്തെ ചാപ്റ്റർ അല്ലെ. 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്താന്ന് പറഞ്ഞു? പ്രൊസീജിയർ ആന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊസീജിയറിൽ നമുക്ക് ഒരുപാട് സെഷൻസ് അതിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ അപ്പോൾ പ്രൊസീജിയറായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ, ഒന്ന്, വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ആരായിരിക്കും? ഒരു അറസ്റ്റ് വാറണ്ട് ആയിരുന്നാലും സെർച്ച് വാറണ്ട് ആയിരുന്നാലും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് സാധാരണ പോലെ തന്നെയാണ്. ആരാണ് ഇഷ്യൂ ചെയ്യുക? മജിസ്ട്രേറ്റ് അല്ലെ. അപ്പൊ മജിസ്ട്രേറ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും കഞ്ചാവൊക്കെ ഇല്ലീഗലി കൾട്ടിവേറ്റ് ചെയ്തത് പിടിച്ചെടുക്കുന്നതിനും ഉള്ള പവർ ആർക്കാണ്? മജിസ്ട്രേറ്റിനാണ്. ഓക്കെ, സോ അപ്പോ മജിസ്ട്രേറ്റിനാണ് അത് പവർ എന്നുള്ളത് ഓർക്കാം. പിന്നെ ഇനി അടുത്ത് വരുന്നത്, ഈ ഒരു സെർച്ചോ അല്ലെങ്കിൽ പിന്നെ സെർച്ച് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പൊ സെർച്ച് ചെയ്ത് എന്തെങ്കിലും ഫ്രീസ് ചെയ്ത് ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് ആ ഓഫീസേഴ്സ് 48 മണിക്കൂറിനുള്ളിൽ അവരുടെ ഹയർ സീനിയർ അതോറിറ്റിക്ക് സമർപ്പിച്ചിരിക്കണം. ഓക്കെ, സോ ദ റിപ്പോർട്ട് ഓഫ് എ സെർച്ച് ആൻഡ് സീഷർ should be submitted within 48 hours to the immediate official superior. പിന്നെ ഇനി 2 പണിഷ്മെന്റ് ആണ് പിന്നെ ഇതിൽ പറയുന്നത്. അതായത് ഒന്ന്, പണിഷ്മെന്റ് ഫോർ ദ വെക്സേഷ്യസ് സെർച്ച്, സീഷർ ഓർ അറസ്റ്റ് എത്രയാണ് വരുന്നത്? 6 months imprisonment or 1000 rupees fine or both. അതായത് മനഃപൂർവ്വം ഒരാളിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതാണ്, അതായത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെ ഒരാളെ ദ്രോഹിക്കുന്നു. ഓക്കെ, വെക്സേഷ്യസ് സെർച്ച് ഓർ അദ്ദേഹത്തിന്റെ എല്ലാം പിടിച്ചെടുക്കുന്നു, അങ്ങനെയൊക്കെയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും? ഇംപ്രിസോൺമെന്റ് അപ് ടു 6 months തടവും, അതേപോലെ തന്നെ ഫൈൻ എത്രയാണ്? 1000 രൂപ പിഴയും. ഓക്കെ, ഇനി അടുത്തൊരു പണിഷ്മെന്റ് എന്ന് പറയുന്നത്, ഒരാള് മറ്റൊരാളിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുവാണ്. അപ്പൊ അതുവഴി അയാൾ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തായിരിക്കും ശിക്ഷ കിട്ടുക? ദാറ്റ് ഈസ് മാക്സിമം 2 years ഇംപ്രിസോൺമെന്റ് അല്ലെങ്കിൽ ഫൈൻ അല്ലെങ്കിൽ ബോത്ത്. ഓക്കെ, സോ അപ്പോൾ ഈ 2 പണിഷ്മെന്റ്സും കൂടി ഒന്ന് ഓർക്കുക. ഒന്ന്, വെക്സേഷ്യസ് സെർച്ച്, മനഃപൂർവ്വം ഒരാളെ ഉപദ്രവിക്കുവാണ് ആ ഓഫീസർ. ഓക്കെ, സോ അപ്പോൾ വെക്സേഷ്യസ് സെർച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ഇംപ്രിസോൺമെന്റ് എന്ന് പറയുന്നത് 6 months അല്ലെങ്കിൽ ഫൈൻ 1000 രൂപയും അല്ലെങ്കിൽ ബോത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് ഇവരെ വഴിതെറ്റിച്ചു വിടുവാണ് അല്ലെ. അപ്പൊ അതിന് എന്തായിരിക്കാം ശിക്ഷ വരുന്നത്? ദാറ്റ് ഈസ് 2 years imprisonment or fine or both. Okay, up to 2 years. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓപ്പിയം പോപ്പിയുടെ കൾട്ടിവേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒപ്പിയം പോപ്പിയുടെ കൾട്ടിവേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ പിന്നെ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒപ്പിയം പോപ്പി എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇതിന്റെ ഒന്നും കൾട്ടിവേഷൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ദീസ് ആർ ഫൗണ്ട് ടു ബി നാർക്കോട്ടിക്സ് ഇൻ നേച്ചർ. അപ്പോൾ ഇതിന്റെയൊക്കെ കൾട്ടിവേഷൻ ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ് അല്ലെ. അപ്പം ഒപ്പിയം പോപ്പിയുടെ കൾട്ടിവേഷൻ ഇസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കൺട്രോളിലാണ് കൾട്ടിവേഷൻ ആൻഡ് കളക്ഷൻ ക്യാരിഡ് ഔട്ട് ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള പവർ ഉള്ളത് സെൻട്രൽ ഗവൺമെന്റിനാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യുക, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ സ്റ്റേറ്റിലാണ് വരിക? ദാറ്റ് ഇസ് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ആൻഡ് രാജസ്ഥാൻ. ഓക്കെ, സോ ഈ 3 സ്റ്റേറ്റ്സിലാണ് നമുക്ക് ഒപ്പിയം കൾട്ടിവേഷൻ ഉള്ളത് ഇന്ത്യയിൽ. ഇനി ലൈസൻസ്, ഇതിന് കൾട്ടിവേഷന് വേണ്ടിയിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഡിസ്ട്രിക്ട് ഒപ്പിയം ഓഫീസർ ആണ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഓരോ പ്രാവശ്യവും ലൈസൻസിന്
ഇങ്ങനെ എന്താ പറയാ പോളിസീസ് ഉണ്ട്. അതായത് ഓരോ പ്രാവശ്യവും അവർക്ക് പുതിയ പുതിയ പോളിസീസ് ഉണ്ടായിരിക്കും. അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അയാൾക്ക് അടുത്ത വർഷത്തേക്ക് ലൈസൻസ് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിനെയാണ് ഒപ്പിയം പോളിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഒപ്പിയം പോളിസീസ് എന്ന് പറയുന്നത് അതാണ്. ദാറ്റ് ഈസ് അത് ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ജനറൽ കണ്ടീഷൻസ് ഫോർ ഇഷ്യൂവൻസ് ഓഫ് ലൈസൻസ്, ദാറ്റ് ഈസ് ദ ഒപ്പിയം പോളിസീസ് every year is notified by the central government. Okay, പിന്നെ അതിനൊരു എക്സാമ്പിൾ ആണ് MQY. ഇത് നമ്മൾ MCQസിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. MQY എന്താണ്? MQY എന്ന് അറിയാമെങ്കിൽ ആൻസർ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് മിനിമം ക്വാളിഫയിങ് ഈൽഡ്. ഓക്കെ, സോ മിനിമം ക്വാളിഫയിങ് ഈൽഡ് എന്ന് പറയുന്നത് ദാറ്റ് മേക്സ് ദ കൾട്ടിവേറ്റർ സ്യൂട്ടബിൾ ഫോർ വാട്ട് ദ റിന്യൂവൽ ഓഫ് ലൈസൻസ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു മിനിമം ക്വാളിഫയിങ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഓരോ വർഷവും ഒപ്പിയം പോളിസീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഈ ഒപ്പിയം പോളിസീസിലെ ഒന്നാണ് ഈ മിനിമം ക്വാളിഫയിങ് ഈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വർഷവും എന്താണ് ഇത്ര ഈൽഡ് എന്നുള്ളത് അതൊരു പറയും. ഓക്കെ, സോ അപ്പോൾ ആ ഈൽഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അടുത്ത വർഷത്തേക്കുള്ള ലൈസൻസ് കിട്ടുള്ളൂ. ഓക്കെ, സോ അപ്പോൾ അതാണ് മിനിമം ക്വാളിഫയിങ് ഈൽഡ് എന്ന് പറയുന്നത്. ഇറ്റ് മേ കൾട്ടിവേറ്റേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദീസ് 3 states to be eligible for licensing in the succeeding year. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അതിൽ വരുന്ന MCQ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ഒപ്പിയം ഓഫീസർ എന്ന് പറഞ്ഞു. പിന്നെ ലൈസൻസിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കണ്ടേ? അപ്പൊ ലൈസൻസിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ 2-ലാണ്. ഫോം നമ്പർ 2 ആണ് ആപ്ലിക്കേഷൻ ഫോർ ദ ഗ്രാന്റ് ഓഫ് ലൈസൻസ് ഫോർ ഒപ്പിയം പോപ്പി കൾട്ടിവേഷൻ എന്നുള്ളത് ഓർക്കുക. അതിനുള്ള ഒരു ഫീ ഉണ്ട്. ദാറ്റ് ഈസ് 5 rupees ആണ് അതിന്റെ ഫീസ് വരുന്നത്. പിന്നെ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഏത് ഫോമിലാണ്? ലൈസൻസ് വരുന്നത് ഫോം 1-ലാണ്, ആപ്ലിക്കേഷൻ വരുന്നത് ഫോം 2-ലും, ലൈസൻസ് വരുന്നത് ഫോം 1-ലും. ഓക്കെ, അപ്പോൾ ഈ ഇതാണ് ഫോം 2. ആപ്ലിക്കേഷന്റെ ഫോം കണ്ടാൽ തന്നെ അറിയാം എന്താണ്. ഓക്കെ, ഇതിന് ലംബാദറിന്റെ കേസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ലംബാദർ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ കൾട്ടിവേറ്ററിന്റെ തമ്പ് ഇംപ്രഷനോട് കൂടിയൊക്കെ അവർ സബ് ഇൻസ്പെക്ടറിന് സമർപ്പിക്കുന്ന ഒരു ഫോമാണ് ഈ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി എന്താണ് ഈ ലംബാദർ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർട്ടിക്കുലർ ആയിട്ട് 3 സ്റ്റേറ്റ്സിൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. ആ സ്റ്റേറ്റ്സ് ഓർക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും? കുറച്ച് കൾട്ടിവേറ്റേഴ്സിനായിരിക്കും ആ ലൈസൻസ് കിട്ടുക. അവരായിരിക്കും അത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെ. അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാളിനെ ലംബാദർ ആയിട്ട് സെലക്ട് ചെയ്യും. ഈ ലംബാദർ ആണ് എന്ത് ചെയ്യുന്നത്? എന്നും ഉള്ള ആ ഒരു ഒപ്പിയം കൾട്ടിവേറ്റ് ചെയ്തതിൽ നിന്ന് എടുക്കുന്ന ഒപ്പിയത്തിന്റെ എന്നുള്ള വെയിറ്റ് ഈ ലംബാദറിന്റെ പ്രസൻസിലാണ് എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്നിട്ട് ഈ ലംബാദറിന്റെ തമ്പ് ഇംപ്രഷനും ആ ഒരു പ്രൊഡക്റ്റിൽ വെക്കും. ഇനി എല്ലാ ദിവസവും ഈ ഒരു പ്രൊസീജിയർ ആയിരിക്കും ക്യാരി ഔട്ട് ചെയ്യുന്നത്. ആ വെയിറ്റിലാണ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലെ. കാരണം അത് മിസ്സാവാൻ പാടില്ല അല്ലെ. അത് യുണീക്ക് ആയിരിക്കണം, അതിൽ നിന്ന് പോകാൻ പാടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണ് ഫൈനലി എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിക്ട് ഒപ്പിയം ഓഫീസറിലേക്ക്. അപ്പൊ ലംബാദറിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി ഡിസ്ട്രിക്ട് ഒപ്പിയം ഓഫീസറിലേക്ക് ഇത് ഫൈനലി എത്തും. അപ്പോൾ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ഫൈനലി ടോട്ടൽ വെയിറ്റ് അതിൻ്റെത് എടുക്കുന്നത് ഡിസ്ട്രിക്ട് ഒപ്പിയം ഓഫീസറിന്റെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഒപ്പിയം കളക്ടറിന്റെ പ്രസൻസിലാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ഫാക്ടറി ഒപ്പിയം ഫാക്ടറീസിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് 2 ഒപ്പിയം ഫാക്ടറീസ് ഉണ്ട്. ഒന്ന് ഗസിപ്പൂരും ഒന്ന് നീമുച്ച്. ഓക്കെ, സോ അപ്പോൾ ഗസിപ്പൂരും നീമുച്ചുമാണ് നമുക്കുള്ള 2 ഒപ്പിയം ഫാക്ടറി. ഇനി നെക്സ്റ്റ് വരുന്നത് അടുത്തത് ഇനി മറ്റൊരു PSCയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ദാറ്റ് ഈസ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഓർഡർ. ഓക്കെ, ആക്ട് അല്ല, ഓർഡർ 1993 അല്ലെങ്കിൽ റെഗുലേഷൻ ഓഫ് കൺട്രോൾഡ് സബ്സ്റ്റൻസസ് ഓർഡർ 1993. ഓക്കെ, സോ അപ്പോ ഇവിടെ ആക്ട് ആണോ ഓർഡർ ആണോ എന്നുള്ളത് നോക്കിയിട്ടേ എഴുതാവൂ കേട്ടോ. സോ അപ്പോൾ 1993 ആണ് ഈ NDP നാഷണൽ ഡ്രഗ് ആൻഡ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഓർഡർ 1993 വരുന്നത്. ഓക്കെ, സോ ഇറ്റ് കെയിം ഇൻ ഫോഴ്സ് ഓൺ 15th April 1993. എന്തിനാണത്? അത് റിലേറ്റ് ചെയ്ത് വരുന്നത് കൺട്രോൾഡ് സബ്സ്റ്റൻസസിന്റെ റെഗുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോൾഡ് സബ്സ്റ്റൻസസ് എന്ന് പറയുമ്പോഴത്തേക്കും നിയമപരമായിട്ടുള്ള അല്ലെ, നിയമം അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് കൺട്രോൾഡ് സബ്സ്റ്റൻസസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ വ്യാപാരത്തിനായിരുന്നാലും എല്ലാത്തിനും പെർട്ടിക്കുലർ ആയിട്ട് അതിനൊരു നിയമമുണ്ട് അല്ലെ. സോ അതാണ് നമുക്ക് ഇവിടെ വരുന്നത് ഈ ഓർഡർ ആയിട്ട് വന്നിരിക്കുന്നത്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഓർഡർ 1993.
സോ ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അണ്ടർ സെക്ഷൻ 9A ഓഫ് ദ ആക്ട്. ഇനി ഇതിൽ വരുന്നത് ഈ നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഓർഡറിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്തൊക്കെയായിരിക്കും? സ്പെസിഫിക് ആയിട്ടുള്ള നിയമങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാനുഫാക്ചർ ആയിരുന്നാലും സെയിൽ ആയിരുന്നാലും ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നാലും ഇമ്പോർട്ട് എക്സ്പോർട്ട് കൺസംഷൻ ഇതിനെല്ലാത്തിനും, അതേപോലെ തന്നെയാണ് അതിന്റെ ട്രാൻസ്പോർട്ടേഷന്, അതിന്റെ ബൾക്ക് സെല്ലിങ്ങിന്, അതിന്റെ ലേബലിങ്ങിന്, അതിന്റെ റിട്ടേൺ ഫയലിങ്ങിന്, ഇതിനെല്ലാത്തിലും പെർട്ടിക്കുലർ ആയിട്ട് തന്നെ നിയമമുണ്ട്. ഓക്കെ, സോ അപ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ദാറ്റ് ഈസ് മാനുഫാക്ചർ സെയിലോ ഡിസ്ട്രിബ്യൂഷനോ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൽ എന്താണ് ചെയ്യേണ്ടത്? കൺട്രോൾഡ് സബ്സ്റ്റൻസസിന്റെ കേസിൽ ഒരു ഡെയിലി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, കൺട്രോൾഡ് സബ്സ്റ്റൻസസിന്റെ ഇപ്പോൾ കൺട്രോൾഡ് സബ്സ്റ്റൻസസിന്റെ സെയിൽ ആണെങ്കിൽ ഒരു ഡെയിലി അതിനുള്ളൊരു പ്രത്യേകിച്ച് ഒരു അക്കൗണ്ട് ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യണം ഇൻ ഫോം നമ്പർ 1 ഓർ ഫോം നമ്പർ 2. ദെൻ നെക്സ്റ്റ് വരുന്നത് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ഫോർ വോട്ട്. ഈ ഒരു പിന്നെ കൺട്രോൾഡ് സബ്സ്റ്റൻസസിന്റെ റെക്കോർഡ്സ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റെക്കോർഡ്സ് എത്ര നാളാണ് സൂക്ഷിക്കേണ്ടത്? 2 വർഷം. ആ റെക്കോർഡ്സിൽ ലാസ്റ്റ് എൻട്രി കഴിഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് മാറ്റുമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 വർഷം ആ റെക്കോർഡ് സൂക്ഷിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ലോസ്, നമുക്കിപ്പോ കൺട്രോൾഡ് സബ്സ്റ്റൻസസിൽ എന്തെങ്കിലും ഒരു ലോസ് വരണം, ഒരു പാക്കറ്റ് മിസ്സായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്? That is, it has to be reported to the Director General, Narcotic Control Bureau, New Delhi. Okay, Narcotic Control Bureau ile Director General ആണ് അതിന്റെ authorization power വരുന്നത്. So you have regarding any loss of controlled substances, it has to be reported to the Director General, Narcotic Control Bureau, New Delhi. Okay, ഇനി നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്പോർട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ കൺസൈൻമെന്റ് നോട്ട് എസെൻഷ്യൽ ആണ് അല്ലെ. അതിന്റെ ട്രാൻസ്പോർട്ടൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിന്റെ കൺസൈൻമെന്റ് നോട്ട് വേണം. ട്രിപ്ലിക്കേറ്റ് ഫോമിലാണ്, 3 ഫോംസ് ഉണ്ടായിരിക്കും, ഒറിജിനലും പിന്നെ 2 ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ബൾക്ക് സെല്ലിംഗ്. ബൾക്ക് സെല്ലിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ 100 kg and above ആണ് ഈ കൺട്രോൾഡ് സബ്സ്റ്റൻസസ് എങ്കിൽ ഐഡന്റിറ്റി ആസ് വെൽ ആസ് ഫോർ ഡിക്ലറേഷൻ ഓഫ് ദ ബയർ ഇസ് ഫൗണ്ട് ടു ബി എസെൻഷ്യൽ. ഓക്കെ, ബൾക്ക് സെല്ലിംഗിന്റെ കേസിൽ ബൾക്ക് സെല്ലിംഗിൽ 100 kg above ആണെന്നുണ്ടെങ്കിൽ ഡിക്ലറേഷൻ ആസ് വെൽ ആസ് ഐഡന്റിറ്റി ഓഫ് ദ ബയർ ഇസ് ഫൗണ്ട് ടു ബി എസെൻഷ്യൽ. ഇനി നെക്സ്റ്റ് വരുന്നത് ലേബലിംഗ് ഫോർ കൺസൈൻമെന്റ് ഫോർ എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡോക്യുമെന്റ്സും 2 years ആണ് പ്രിസർവ് ചെയ്യേണ്ടത്. ഇനി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ക്വാർട്ടർലി ആണ്. റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഇറ്റ് ഹാസ് ടു ബി സെൻഡ് ടു ദ ഡെപ്യൂട്ടി ഡയറക്ടർ, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. ഓക്കെ, സോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി, മറ്റതിന്റെ ഇയർ ഓർത്തു വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഷെഡ്യൂൾസ് ടു ദ ആക്ട് ആണ്. ഓക്കെ, ഷെഡ്യൂൾസ് ടു ദ ആക്ട് ആൻഡ് ഷെഡ്യൂൾസ് ടു ദ റൂൾസ് ആണ് വരുന്നത്. നമ്മൾ മറ്റേ DNCയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും NDPC ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഷെഡ്യൂൾ ടു ദ ആക്ടിലാണ് ഏത് പറഞ്ഞിട്ടുള്ളത്? ലിസ്റ്റ് ഓഫ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. ഓക്കെ, സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിന്റെ ലിസ്റ്റ് വരുന്നത് നമുക്ക് ഷെഡ്യൂൾസ് ടു ദ ആക്ടിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് റൂൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ റൂൾസിന്റെ ഷെഡ്യൂൾസിലാണ് ഏത് പറഞ്ഞിട്ടുള്ളത്? ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞിട്ട് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് whose import, export, transshipment are prohibited. Okay, നമുക്ക് എക്സ്പോർട്ട് ചെയ്യോ ഇമ്പോർട്ട് ചെയ്യോ ട്രാൻസ്ഷിപ്പ് ചെയ്യോ ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ്. ഏതൊക്കെ? ഈ കനാബിസും മറ്റുമൊക്കെ അല്ലെ. ഫുൾ പവർ ആർക്കാണ്? പിന്നെ ഗവൺമെന്റിനാണ്. സോ the schedule 1 എന്ന് പറയുന്നത് it includes the import narcotic drug and psychotropic substances whose import, export, transshipment are prohibited. Okay, ഇനി schedule 2 എന്ന് പറയുന്നത് ഏതാണ്? The psychotropic substances not allowed to export to be specified countries. Okay, ചില psychotropic substances ചില രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ സബ്സ്റ്റൻസസിന്റെ പേരും സ്പെസിഫിക് ആയിട്ടുള്ള രാജ്യങ്ങളും കൂടി കൊടുത്തിട്ടുള്ള ഒരു ലിസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഷെഡ്യൂൾ 2 ടു ദ റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഷെഡ്യൂൾ 3 ആണെങ്കിൽ ഗ്രാന്റ് ഓഫ് ലൈസൻസ് ഫോർ മാനുഫാക്ചർ ഓഫ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഫോർ എക്സ്പോർട്ട് ഓൺലി. ഓക്കെ, സോ അപ്പോൾ അതാണ് ഷെഡ്യൂൾ 3 ടു ദ റൂൾസ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് NDPS ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്.